ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മി, അസോസിയേറ്റ് പ്രൊഫസറാണ് അമൃത ഹോസ്പിറ്റലിൽ. നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സെൻസിറ്റീവ് സ്കിൻ സിൻഡ്രോം എന്നൊരു കണ്ടീഷനാണ്. ഈയിടെയായിട്ട് OPDയിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതാണ് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ സ്കിന്നിൽ പല പല അലർജീസ് ആയിട്ട് വരുന്നത്. ഇവർക്കൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ കാണുന്ന ഇവർ ഓരോ പ്രൊഡക്ട്സുകൾ യൂട്യൂബിൽ കാണുന്നതും പിന്നെ വീട്ടിലുള്ള പ്രൊഡക്ട്സ് എല്ലാം അവരുടെ സ്കിൻ ടൈപ്പ് എന്തെന്ന് അറിയാതെ എടുത്ത് യൂസ് ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഈ സെൻസിറ്റീവ് സ്കിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ അടുത്തൊരു കുട്ടി വന്നതാണ്. ആ മോന് 14 വയസ്സുള്ളൂ. മോൻ ഏതോ യൂട്യൂബിൽ കണ്ട കോഫി പൗഡറും മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടി മുഖത്തിട്ടിട്ട് കുട്ടി ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ കാണുന്നത് കുട്ടിയുടെ മുഖം ബേൺ ആയിട്ടാണ്. ആ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്ത് നോർമലായിട്ട് ആക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പം നമ്മുടെ പിന്നെ മിക്കവരും OP വന്ന് പറയുന്നത്, ഡോക്ടർ എൻ്റെ സ്കിൻ ഏത് ടൈപ്പാണ് എന്നാണ് ചോദിക്കുക. സ്കിൻ ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അനുസരിച്ച്, നമ്മുടെ ഹോർമോൺ ചേഞ്ച് അനുസരിച്ച്, നമ്മുടെ ട്രാവൽ അനുസരിച്ചൊക്കെ സ്കിന്ന് മാറാം. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഓയിലി ആണെങ്കിൽ ആ കുട്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ക്രീമുകൾ, ഈ ട്രെറ്റനോയിൻ്റെ ക്രീം പോലത്തെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലീച്ച് ഇടുകയാണെങ്കിൽ, അത് മഞ്ഞളിടുകയാണെങ്കിൽ ഒക്കെ അതിൻ്റെ സ്കിന്ന് ഡ്രൈ ആകാം. ഡോക്ടർ ഒരു കുട്ടിക്ക് കൊടുത്ത ക്രീം ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേറൊരാൾ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അത് മറ്റവരുടെ സ്കിന്നിന് അലർജി വരുത്താം. നമ്മുടെ വീട്ടിലെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മഞ്ഞൾ നല്ലതാണ് മുഖക്കുരുവിന്. പക്ഷെ എല്ലാ സ്കിന്നിനും മഞ്ഞൾ പറ്റണമെന്നില്ല. മഞ്ഞളുടെ അലർജി ആയിട്ട് നമ്മുടെ OPയിൽ വരുന്ന കുറേ കുട്ടികളെ കാണാറുണ്ട്. ചെറിയ കുട്ടികളെ മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിക്കുക, അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നത് മിക്കതും സ്കിന്നിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അലർജീസും എക്സീമും ഒക്കെ വരാൻ ചാൻസ് കൂട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് ഈ സെബം പ്രൊഡക്ഷനും ഓയിൽ പ്രൊഡക്ഷനും ഒക്കെ കൂടുന്ന ഒരു ഏജാണ്, 10 to 12 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അവർക്ക് ഡാൻഡ്രഫ്, ആക്നെ ഒക്കെ വരാം. പക്ഷെ എപ്പോഴും ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഒരു സെൻസിറ്റീവ് സ്കിൻ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് ആകാൻ സമയമെടുക്കും. പിന്നെ അത് വെച്ച് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ എളുപ്പ വഴി ഒരിക്കലും നോക്കരുത്. കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാത്രമേ ഈവൻ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് പോലും യൂസ് ചെയ്യാവുള്ളൂ. അതിനകത്തും അലർജീസ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ മിക്ക യങ് ഏജ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ വരുമ്പോൾ കുറേ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് അവർ യൂട്യൂബിൽ കണ്ടിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, കൊറിയയിലെ ക്ലൈമറ്റ് അല്ല നമുക്ക് കേരളത്തിലുള്ള. അപ്പോൾ അതിലും അലർജീസ് ഒക്കെ വരാം. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചും നമ്മുടെ ഹോർമോൺ അനുസരിച്ചും ഒക്കെ മാത്രമേ പല പ്രൊഡക്ട്സും ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് വെളുക്കുന്ന ഒരു ക്രീം ഉണ്ടായിരുന്നു, നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും കറുത്തവരാരും കാണില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരാഴ്ച കൊണ്ടോ 5 ദിവസം കൊണ്ടോ എന്തെങ്കിലും ഒരു ക്രീം ഉപയോഗിച്ച് നമ്മൾ വെളുക്കുന്നുണ്ട്, അതിനകത്ത് മിക്കവാറും സ്റ്റിറോയിഡ് അടങ്ങിയ എന്തെങ്കിലും കാണും. ഈ സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമൊക്കെ തേച്ച് നമ്മൾ വെളുക്കുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കുറേ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. നമുക്ക് അമിതമായിട്ട് മുഖക്കുരു വരും, സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞ് സൺ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് വരും, അമിത രോമം ഭയങ്കരമായിട്ട് ഫേസിൽ വരും ഈ സ്റ്റിറോയിഡ് ക്രീം കാരണം. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ടാൻ ആകുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു ക്രീമും നമ്മൾ തേച്ച് ഒരു 4 5 ഒരാഴ്ച കൊണ്ട് നമ്മൾ വെളുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തണം. നമുക്കിപ്പോൾ ഒരു സ്കിൻ കെയർ ടിപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതും എപ്പോഴും നമ്മുടെ ഏജ് പോലെ ഉണ്ട്. നമ്മുടെ ഏജ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു യങ് ഏജ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. പക്ഷെ മോയ്സ്ചറൈസിങ് ക്രീമിലും ചില മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് ചിലപ്പോൾ മുഖക്കുരു വരുത്താം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള മോയ്സ്ചറൈസിങ് ക്രീം. നമുക്കൊരു 20 25 വയസ്സും 30 വയസ്സൊക്കെ ആകുമ്പോഴാണ് അടുത്ത ലെവലിലോട്ട് നമ്മൾ ഈ ട്രെറ്റിൻ പോലത്തെ ആൻറ്റി ഏജിങ് ക്രീമിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്, ആക്നെ ഉണ്ടെങ്കിൽ ആക്നെ കൺട്രോൾ ക്രീംസും സൺസ്ക്രീനും നന്നായിട്ട് ഇടുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ 30 ഇയേഴ്സ് 40 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് മിക്കവരുടെ സ്കിന്നും ഡ്രൈ ആണ്. ഈ ഡ്രൈ സ്കിൻ ആകുമ്പോൾ നമുക്ക് എക്സീമയ്ക്ക് എപ്പോഴും ചാൻസ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നിലൊരു നമ്മുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ തേക്കുക. കുളിക്കുമ്പോൾ നമ്മുടെ സോപ്പ് തന്നെ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള സോപ്പ് സെലക്ട് ചെയ്യാൻ നോക്കുക. മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ അപ്ലിക്കേഷൻ തന്നെ നമ്മൾ കയ്യിലും കാലിലും ഒക്കെ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഓയിലി ആകുമ്പോൾ തന്നെ പല എക്സീമുകളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ചൊറിച്ചിൽ ഡ്രൈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സീമയെല്ലാം നമുക്ക് കുറഞ്ഞിരിക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഈ യൂട്യൂബിൽ കാണുന്ന ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇതെല്ലാം എല്ലാവരുടെ സ്കിന്നിനും എല്ലാ ഏജിലും പറ്റില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ 12 ഇയേഴ്സ് 13 ഇയേഴ്സിലെ ട്രെറ്റനോയിൻ പോലത്തെ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് അവർക്ക് ഒട്ടും സണ്ണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ സൺ അലർജീസ് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നുണ്ട് പണ്ടത്തേനേക്കാളും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ.